ഗം ഗണപതയേ നമ. ഓം സം സരസ്വതി നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം 14-ാം അധ്യായമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തില് അത്യന്തം ഭക്തി നിർഭരമായിട്ടുള്ള ഒട്ടനവധി സ്തുതികളുണ്ട്. അതിലേറ്റവും ഹൃദ്യമായിട്ടുള്ളൊരു സ്തുതിയാണ് 14-ാം അധ്യായത്തില്. ബാലഗോപാല രൂപിയായിട്ടിരിക്കുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ സ്തുതിക്കുന്ന സ്തുതിയാണ്. മഹാമായാവിയായിരിക്കുന്ന ഭഗവാനിൽ മായ പ്രയോഗിക്കാൻ തീരുമാനിച്ച ബ്രഹ്മദേവൻ ഭഗവാന്റെ മായയിൽ മോഹിതനായിട്ട് തീർന്നു. ഭഗവാന്റെ മഹിമ തികച്ചും അറിയാൻ കഴിയാതിരുന്ന ബ്രഹ്മാവ് ഇപ്പോൾ താൻ വൃന്ദാവനത്തിൽ കണ്ടതായിട്ടുള്ള രൂപത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. താൻ ചെയ്ത അപരാധം ഓർത്ത് ഭയം കൊണ്ട് ശരീരമാസകലം വിറച്ച് പരിഭ്രമത്തോടുകൂടി ഭഗവാന്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തി ഭഗവാനെ തൊഴുത്ത് നമസ്കരിച്ചുകൊണ്ടാണ് ബ്രഹ്മദേവൻ സ്തുതിക്കാൻ തുടങ്ങിയത്. നൗമീഢ്യ തേ ഭ്രവഭുഷേ തടിദംബരായ ഗുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ വന്യസ്രജേ കബളവേത്ര വിഷാണവേണു ലക്ഷ്മശ്രിയേ മൃദുപദേ പശുമാംഗജായ. മേഘശ്യാമവർണ്ണനും മിന്നൽ പോലെ നിറമുള്ള പീതാംബരപ്പട്ടുടുത്ത് കുന്നിക്കൊരുകൊണ്ടുള്ള കടുക്കനൊക്കെ 2 കാതിലിട്ട് പല പല കാട്ടുപൂക്കളെ കൊണ്ട് കോർത്തുള്ള വനമാലയൊക്കെ ചാർത്തി പീലിത്തിരുമുടിയെല്ലാം കെട്ടിവെച്ച് ഏറ്റവും പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി ഇടത്തെ കൈയില് തൈര് കൂട്ടിക്കുഴച്ച ചോറുരുള, കക്ഷത്തില് വടി, ഉദരത്തിനു ചുറ്റും വട്ടം കെട്ടിയിരിക്കുന്നതായിട്ടുള്ള വസ്ത്രത്തിനുള്ളിൽ തിരുകിയ ഓടക്കുഴല്, അതിമൃദുവായിട്ട് വിന്യസിക്കുന്ന പാദങ്ങളോടുകൂടി താൻ നന്ദഗോപരുടെ പുത്രൻ എന്ന ഭാവത്തോടുകൂടി എൻ്റെ മുമ്പിൽ കാണപ്പെടുന്ന അങ്ങയുടെ പ്രസാദം എന്നിലുണ്ടാവാനായിട്ട് ഞാൻ അവിടത്തെ നമസ്കരിക്കുന്നു ഭഗവാനെ എന്നും പറഞ്ഞാണ് സ്തുതി തുടങ്ങുന്നത്. അപ്പോൾ വൃന്ദാവനത്തിൽ കണ്ടതായിട്ടുള്ള ബാലഗോപാല രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കാണാതായ പശുക്കുട്ടികളെയും ഗോപന്മാരെയും അന്വേഷിച്ച് നടക്കുന്ന സാധാരണ ഒരു ഗോപബാലൻ എന്ന ഭാവത്തോടു കൂടിയാണ് ഇപ്പൊ ഭഗവാന്റെ നിൽപ്പ്. ബ്രഹ്മദേവൻ പറയാ, ഭഗവാനെ അങ്ങ് തന്നെയാണ് എല്ലാം കൊണ്ടും സ്തുതിക്ക് സർവദാ യോഗ്യനായിട്ടിരിക്കുന്ന ആള്. എന്നാൽ ഭഗവാനെ വാക്കുകളെ കൊണ്ട് അവിടത്തെ മഹിമയെ വർണ്ണിക്കാൻ ഞാൻ അശക്തനാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ മഹിമയെ വർണ്ണിക്കുന്നതാണ് സ്തുതി. ആ മഹിമ ഇന്ന വിധത്തിലാണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ അവിടത്തെ സ്തുതിക്കാൻ അശക്തനാണ്. കാരണം അവിടുത്തെ മഹിമയൊന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കില്ല ഭഗവാനെ. 1000 നാവുള്ള അനന്തന് പോലും ഭഗവത് മഹിമയെ വർണ്ണിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. ഈ ഭൂമിയിലുള്ള മണൽത്തരികളെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിച്ചേക്കും. എന്നാൽ ഈശ്വര
മഹിമയെ നമുക്ക് എത്രയാണെന്ന് വാക്കുകളെ കൊണ്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇവിടെ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ തന്നെയാണ് പറയണേ ഭഗവാന്റെ മഹിമയെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന്. പിന്നെ സാധാരണ മനുഷ്യരായി നമുക്ക് എങ്ങനെയാ സാധിക്കുക? അതുകൊണ്ട് എന്ത് വേണം? ആ പാദങ്ങളിൽ നമസ്കരിക്കാനെങ്കിൽ നമുക്ക് സാധിക്കണം. ഇവിടെ ഭഗവാനോട് ക്ഷമയാചിച്ചുകൊണ്ടാണ് സ്തുതിക്കാൻ തുടങ്ങുന്നത് ബ്രഹ്മദേവൻ. ആ ഗർവെല്ലാം ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതെയായി. ഞാൻ ബ്രഹ്മദേവനാണ്, സൃഷ്ടികർത്താവാണെന്നുള്ള ആ ഗർവെല്ലാം തീർത്തും ഉള്ളിൽ നിന്ന് പോയി. അതിനുശേഷമാണ് സ്തുതിക്കാൻ തുടങ്ങിയത്. ഗർവിഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്ക് അന്യന്മാരെ സ്തുതിക്കാൻ സാധിക്കില്ല എന്നാ. പിന്നെ ചെയ്ത അപരാധം പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം സ്തുതി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്നത്. സ്വന്തം ഭക്തന്മാരുടെ എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ച് അവരുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് ഭഗവാൻ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഓരോരോ അവതാരങ്ങള്, ഓരോരോ രൂപങ്ങൾ അങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഒരു രൂപമാണ് ഇപ്പോൾ എൻ്റെ കണ്ണിന് മുമ്പാകെ നിൽക്കുന്ന ഭഗവാന്റെ രൂപം എന്നാണ് ഇവിടെ പറയുന്നത്. എങ്കിലും അവിടുത്തെ മഹിമയെ എനിക്ക് മനസ്സിലാക്കാനായിട്ട്, അറിയാനായിട്ട് സാധിക്കില്ല ഭഗവാനെ. അതിന് ഞാൻ ശക്തനല്ല എന്നാണ് ഇവിടെ പറയുന്നത്. മഹാത്മാക്കളായിട്ടുള്ള ആളുകള് അവിടുത്തെ ഭക്തി വാത്സല്യാദി ഗുണങ്ങളെ സദാ കീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ മുഖതാവിൽ നിന്നും ഭഗവത് കഥകൾ കേൾക്കുക, കീർത്തിക്കുക, കേട്ടതിനെ മനനം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിൽ ഭഗവാൻ താനേ പ്രകാശിക്കുന്ന. ഈ 3 ലോകത്തിലും ഭഗവാനെ ജയിക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല. എന്നാൽ ഭക്തന്മാര് ഭഗവത് കഥാശ്രവണത്തിലൂടെ ഭഗവാനെ ജയിക്കുകയാണെന്നാണ്. ഭഗവാൻ ആരുടെയും മുമ്പിൽ തോൽക്കുന്ന ആളല്ല. പക്ഷെ ഭക്തന്റെ മുമ്പിൽ ഭഗവാൻ തോൽവി സമ്മതിക്കും. ഭക്തിയുടെ മുമ്പിൽ മാത്രമാണ് ഭഗവാൻ തോൽക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഉത്തമ ഭക്തി കൊണ്ടാണ് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പരമപ്രേമ രൂപമായിട്ടുള്ള ഭക്തിയിൽ നിന്ന്, അങ്ങനെയുള്ള ഭക്തിയിലൂടെ, ഉത്തമ ഭക്തിയിലൂടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പരമശ്രേയസിനെ പ്രാപിക്കുന്നു. മനസ്സാ വാച കർമ്മണ ആ ഭഗവത് കഥകളെ കേട്ട് ഭഗവത് മഹിമയെ കുറിച്ച് ഓർത്ത് അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ സൃഷ്ടികർത്താവാണ് താനെന്നുള്ളൊരു ഗർവ് ഈ ബ്രഹ്മദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഗർവെല്ലാം പൂർണ്ണമായിട്ടും നശിച്ചു. എല്ലാം ഉള്ളിലുള്ള ആ അഹങ്കാരമൊക്കെ പൂർണ്ണമായിട്ടില്ലാതെയായി. അതിനുശേഷമാണ് സ്തുതിക്കണേ. കാരണം ഗർവിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് മറ്റൊരാളെ സ്തുതിക്കാൻ സാധിക്കില്ല എന്ന് അവിടെ പറയണം. പിന്നെ ചെയ്ത അപരാധം പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്തുതി തന്നെയാണ്.
എങ്കിലും ഭഗവാന്റെ ഗുണഗണങ്ങളെയൊക്കെ ഇത്രയെന്ന് ആർക്കെങ്കിലും നിർണയിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഭഗവാനുള്ള ഭക്തി തന്നെയാണെന്നാണ്. ഭഗവാന്റെ നിർഗുണ സ്വരൂപത്തെയും സഗുണ സ്വരൂപത്തെയും അറിയാൻ എളുപ്പമല്ല, വളരെ പ്രയാസമാണെന്നാണ്. എന്നാ ഭഗവാന്റെ സ്തോത്ര നമസ്കാര കഥാശ്രവണാദികളിലൂടെ നമുക്ക് ഭഗവത് കാരുണ്യം സിദ്ധിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഈ ജീവിതത്തില് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങളൊക്കെ അവനവൻ ചെയ്ത പുണ്യ പാപകർമ്മങ്ങളുടെ ഫലം മാത്രമാണ്. അവ അനുഭവിക്കാണ്ട് ഇവിടെ നിന്ന് ആർക്കും പോകാനായിട്ട് സാധിക്കില്ല. അതാണ് പ്രാരബ്ധം. അങ്ങനെ പ്രാരബ്ധം അനുഭവിക്കുന്ന സമയത്ത് മുജ്ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ട് സുഖാനുഭവങ്ങളും മുജ്ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് ദുഃഖാനുഭവങ്ങളും നമുക്കിടെ ജീവിതത്തിലുണ്ടാവും. എന്നാൽ ഇതെല്ലാം വരുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കുകയോ കൂടുതൽ ദുഃഖിക്കാനും പോകണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പകരം ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യാതെ ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള കാര്യമാണ് കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഭഗവാനോട് ക്ഷമയാചിക്കുകയാണ് ആദ്യം ബ്രഹ്മദേവൻ. ഏറ്റവും തുച്ഛനായിരിക്കുന്ന ഞാൻ അത്യന്തം മഹാനായിരിക്കുന്ന നിന്ദ്രവടിയോട് യാചിക്കാൻ പോലും അർഹനല്ല ഭഗവാനെ. എൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് അവിടെ നിന്ന് ആലോചിച്ച് നോക്കിയെന്ന് ഇവിടെ പറയാം. ഞാൻ ചെയ്ത തെറ്റ് അതിര് കവിഞ്ഞത് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കണം ഭഗവാനെ. മായാപ്രയോഗത്തിൽ കുശലന്മാരായിരിക്കുന്ന ദേവന്മാരെ കൂടി മോഹിപ്പിക്കുന്ന ആളാണ് അവിടുന്ന്. സർവചരാചരങ്ങളുടെയും അന്തർഭാഗത്തില് അതിസൂക്ഷ്മനായ രൂപനായിട്ട് സ്ഥിതി ചെയ്ത് എല്ലാവരുടെയും സ്വവ്യാപാരങ്ങളിൽ പ്രവേശിച്ച് ഈ ലോകത്തെ യഥാസ്ഥിതി പരിപാലിക്കുന്ന ഈശ്വരനാണ് അവിടുന്ന്. അങ്ങയിൽ മായ പ്രയോഗിക്കാൻ ഞാൻ ശക്തനാണോ ഭഗവാനെ നമ്മൾ ചോദിക്കാം. മഹാ തേജോനിധാനമായിരിക്കുന്ന അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ജ്വാല ആ അഗ്നിയെ തന്നെ തപിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് എത്ര പരിഹാസ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെയാണ് സർവാധിഷ്ഠാനമായിരിക്കുന്ന നിന്ദർവടിയെ മോഹിപ്പിക്കാൻ ശ്രമിച്ചത് എൻ്റെ സാഹസം തന്നെയാണ് ഭഗവാനെ. അതുകൊണ്ട് എല്ലാം കൊണ്ടും അനുചിതമാണ് ഞാൻ ചെയ്തത്. എങ്കിലും ഈ നികൃഷ്ടനായിട്ടുള്ള ഈ തുച്ഛനായിട്ടിരിക്കുന്ന അവിടുന്ന് എൻ്റെ അപരാധത്തെ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ്. ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ അർഹനല്ല. എങ്കിലും ഭഗവാനെ, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് അവന്റെ പാദങ്ങൾ കൊണ്ട് അമ്മയുടെ ഉദരത്തില് ചവിട്ടും. എങ്കിലും ആ അമ്മയ്ക്ക് അതില് വേദന തോന്നാറില്ല. അതുപോലെ തന്നെ
ഗർഭസ്ഥ ബാലന്റെ അപരാധം മാതാവ് കണക്കാക്കാറില്ല. അതുപോലെ അവിടുന്നും എൻ്റെ അപരാധത്തെ കണക്കാക്കാതെ, അപരാധത്തെ ഗണിക്കാതെ അവിടുന്ന് എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ. ഞാനും അവിടുത്തെ കുക്ഷിയിൽ നിന്നും അല്ലേ ഉണ്ടായത്, ഞാനും അവിടുത്തെ പുത്രൻ തന്നെയല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഉൽക്ഷേപണം ഗർഭഗതസ്യ വാതയോ കിം കൽപ്പതേ മാതുരദോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്ഷേ കിയദപ്യനന്ദ. ഞാനും അവിടുത്തെ കുക്ഷിയിൽ നിന്നും ഉണ്ടായവനല്ലേ, ഞാനും അവിടുത്തെ പുത്രനല്ലേ. ഗർഭസ്ഥനായിട്ടുള്ള കുഞ്ഞു ചെയ്യുന്ന അപരാധത്തെ മാതാവ് എങ്ങനെയാണോ ഗണിക്കാതിരിക്കുന്നത്, അതുപോലെ അവിടുന്നും എൻ്റെ അപരാധത്തെ ഗണിക്കാതെ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ. അവിടുന്ന് സർവചരാചരങ്ങളുടെയും ഉള്ളില് അന്തര്യാമിയായിട്ട് ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവിടുത്തെ നാരായണൻ എന്ന് പറയുന്നത്. നാരമെന്ന വാക്കിന് പല പല അർത്ഥങ്ങളുണ്ട്. ജലമെന്ന അർത്ഥമുണ്ട്, അറിവെന്ന അർത്ഥമുണ്ട്, ജീവസമൂഹം എന്ന അർത്ഥമുണ്ട്. അയനം എന്ന വാക്കിന്റെ അർത്ഥം ആശ്രയമെന്ന. അപ്പോൾ നാരം ജീവസമൂഹം, അയനം ആശ്രയം. അപ്പൊ ഈ സർവജീവന്മാർക്കും ആശ്രയമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നാരായണ എന്ന് നമ്മൾ വിളിക്കണത്. കാരണം ജലത്തിൽ ശയിക്കുന്നവെന്നുള്ള അർത്ഥം കൂടിയുണ്ട് നാരായണൻ എന്ന വാക്കിന്. അങ്ങ് സർവവ്യാപിയാണ്. അവിടുത്തെ ദേഹം ജലത്തിൽ മാത്രം ശയിക്കുന്നതാണെങ്കിൽ അവിടത്തെ നാഭികമലത്തിൽ നിന്നും ഉത്ഭവിച്ച ഞാൻ അവിടത്തെ ആ ജലത്തിലെല്ലാം അന്വേഷിച്ചിട്ടും കണ്ടെത്താനായിട്ട് ബ്രഹ്മദേവന് സാധിച്ചില്ല. എനിക്ക് സാധിച്ചില്ല ഭഗവാനെ. അങ്ങ് ജലത്തിൽ മാത്രം ശയിക്കുന്നവനാണെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടത്തെ ആ ജലത്തിൽ കാണേണ്ടതല്ലേ, പക്ഷെ എനിക്ക് അവിടത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ ബാഹ്യത്തിൽ അവിടത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് അവിടത്തെ കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് അങ്ങ് സർവവ്യാപിയാണെന്നതിൽ ഒരു സംശയമില്ല ഭഗവാനെന്നാണ്. ഏറ്റവും തുച്ഛനായിരിക്കുന്ന, ഏറ്റവും നികൃഷ്ടനായിരിക്കുന്ന ഞാൻ, അത്യന്തം മഹാനായിരിക്കുന്ന അവിടത്തെ സ്തുതിക്കാൻ പോലും അർഹനല്ല. അവിടത്തോട് ക്ഷമയാചിക്കാൻ പോലും ഞാൻ അർഹനല്ല ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത്. മഹാത്മാക്കളായിട്ടുള്ള ആളുകള്, സജ്ജനങ്ങള് എപ്പോഴും അവിടുത്തെ ഭക്തി വാത്സല്യാദി ഗുണങ്ങളെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ മുഖതാവിൽ നിന്ന് ആ കഥകളെ കേൾക്കുക, മനനം ചെയ്യുക, കീർത്തിക്കുക. അങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിൽ ഭഗവാൻ താനേ പ്രകാശിക്കുന്ന, ഈ ലോകത്തില്, ഈ 3 ലോകത്തിലും 14 ലോകത്തിലും ഭഗവാനെ ജയിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. എന്നാൽ ഭക്തന്മാര് ഭക്തി കൊണ്ട് ഭഗവാനെ ജയിക്കണം. ഭക്തിയുടെ മുമ്പിൽ മാത്രമേ, ഭക്തന്മാരുടെ മുമ്പിൽ മാത്രമേ ഭഗവാൻ തോൽക്കാറുള്ളൂ. അങ്ങനെയുള്ള ഉത്തമമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമാണ് ജ്ഞാനം ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ട് പരമപ്രേമരൂപമായിട്ടുള്ള ഭക്തിയിലൂടെ സാധാരണക്കാര് പരമശ്രേയസിനെ പ്രാപിക്കുന്നു. യാതൊരു പ്രയാസവും കൂടാതെ സാധകന് പരമശ്രേയസ് സാധ്യമാകുന്നു കേവല ഭക്തിയിലൂടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത് ഭക്തിയിലൂടെയാണ്. ഇവിടെ പറയാ, ഭഗവാനെ ഈ പ്രപഞ്ചം സത്യമല്ല, ഭഗവാന്റെ മായയാണെന്ന് അങ്ങ് തന്നെ പലവട്ടം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവതാരത്തിൽ തന്നെ ഭഗവാൻ യശോദാമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു. പ്രപഞ്ചം സമസ്തവും സത്യമല്ല എന്ന്. ഇന്ദ്രിയുടെ അന്തർഭാഗത്തിൽ മണ്ണുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അമ്മയുടെ മുമ്പിൽ അവിടുന്ന് വായി പൊളിച്ച് കാണിച്ചു. അങ്ങനെ അവിടുത്തെ ആ വായിക്കകത്ത് മാതാവിന് അവിടുന്ന് ഈ ജഡരം, ഈ സമസ്ത ലോകത്തെയും അവിടുത്തെ ജഡരാന്തർഭാഗത്തിൽ അവിടുന്ന് കാണിച്ചു കൊടുത്തു. ബാഹ്യത്തിൽ കാണുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം മിഥ്യയാണെന്നും പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ അന്തർഭാഗത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നും അവിടുന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഇതാ എനിക്കും അവിടുന്ന് അത് മനസ്സിലാക്കി തന്നു ഭഗവാനെ എന്നാണ് പറയാൻ. ഞാൻ മറച്ചതായിട്ടുള്ള ഗോപന്മാരുടെയും പശുക്കളുടെയും എല്ലാം രൂപം അവിടുന്ന് സ്വയം കൈക്കൊണ്ടു. ഗോപകുമാരന്മാരെയും ഗോക്കളെയും എല്ലാം ഞാൻ അപഹരിച്ചു. അങ്ങനെ അപഹരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു രൂപം മാത്രം ധരിച്ചവനായിരുന്നു. എന്നാൽ ഞാൻ അവയൊക്കെ മറച്ചു കഴിഞ്ഞപ്പോൾ വൃജത്തിൽ എത്ര പശുക്കുട്ടികളും എത്ര ബാലന്മാരുമുണ്ടോ അത്രയും സ്വരൂപങ്ങള് അവിടുന്ന് തന്നെ സ്വീകരിച്ചു എന്നെ കാണിച്ചു തന്നു. അതായത് എല്ലാം അവിടുന്ന് മാത്രമാണ് സത്യമായിട്ടുള്ളത്, മറ്റതെല്ലാം എൻ്റെ മായയാണെന്നാണ് അവിടുന്ന് എന്നെ കാണിച്ചു തന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥ സത്യത്തെ അവിടുന്ന് എനിക്ക് ബോധ്യമാക്കി തന്നു ഭഗവാനെ. സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നത് അവിടുന്നാണ്. സത്യമായിട്ടുള്ള വസ്തു അവിടുന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ സത്യസ്വരൂപൻ എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും ഒടുവിൽ എല്ലാത്തിൻ്റെയും നാശത്തിനും കാരണമായിരിക്കുന്നത് അവിടുന്നാണ്. എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും എല്ലാം നശിച്ചതിന് ശേഷവും അവിടുന്ന് മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടുന്ന് ജന്മഹീനനാണ്. ഭഗവാന് ജനനവും മരണവും ഒന്നുമില്ല. ഭഗവാൻ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഭഗവാന് ജനിക്കാനായിട്ട്, ബ്രഹ്മത്തിന് ജനിക്കാൻ പ്രത്യേകിച്ച് ഒന്നിൻ്റെയും ആവശ്യമില്ല. ആത്മയോനി സ്വയം ജാതോ എന്നാണ്. എപ്പോൾ എവിടെ നിന്ന് ജനിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചാൽ അവിടെ നിന്ന് ഭഗവാന് ജനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഭഗവാനോട് ക്ഷമയാചിച്ചു. ഭഗവാനെ, അവിടുന്ന് എൻ്റെ എല്ലാ അപരാധത്തെയും അവിടുന്ന് ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. എന്നിട്ട് പറയാണ്,
ഭഗവാനെ അവിടുത്തെ ദാസനായിട്ടുള്ള അടിയനില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ. ഈ ജന്മത്തിലോ ഇല്ലെങ്കിൽ ഇനി കർമ്മവശാൽ ഇനി ഏതെങ്കിലും ഇതിലും താണ യോനിയിൽ പ്രവേശിക്കാൻ ഇടവന്നാലും ഏതൊരു വിധത്തിലെ ജന്മം എടുത്താൽ ആ ജന്മത്തിലെല്ലാം നിന്തിരുവടിയുടെ പാദപത്മത്തെ സേവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ട് എന്നെ ജനിക്കാനായിട്ട് അവിടുന്ന് അനുവദിക്കണേ. ആ പാദപത്മത്തെ സേവിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണേ ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കണേ. എത്ര ജന്മം എടുത്താലും ഏത് യോനിയിൽ ഇനി ഞാൻ പ്രവേശിക്കേണ്ടി വന്നാലും അപ്പോഴെല്ലാം ഭഗവാന്റെ പാദപത്മത്തെ സേവിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കാം. മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല ഭഗവാനെ എന്നാണ് ഇവിടെ പറയണത്. അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് ബ്രഹ്മദേവൻ ആ വ്രജവാസികളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം എന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഈ പരിപൂർണ സ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മത്തെ പുത്രനായിട്ട് ലഭിച്ച നന്ദഗോപരുടെയും യശോദയുടെയും ഭാഗ്യം എത്രയാ. അതുപോലെ തന്നെ ഈ ബ്രഹ്മസ്വരൂപത്തെ കളിക്കൂട്ടുകാരനായിട്ട് ലഭിച്ച ഗോപന്മാരും ഗോകുലവാസികളും എത്ര പുണ്യം ചെയ്തവരാ. അവരെ പോലെ പുണ്യം ചെയ്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഭഗവത് ലീലകളെ പൂർണ്ണമായിട്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞവരാണ് ഗോകുലവാസികൾ. എന്നാൽ ബ്രജവാസികൾക്ക് ഭഗവാനിൽ അതിയായ പ്രേമമുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ പുത്രരൂപേണ അവതരിച്ച് അവരെ ആനന്ദിപ്പിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ച വസ്തുക്കൾക്ക് മുഴുവനും പരമാനന്ദത്തെ പ്രദാനം ചെയ്യാനാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാന്റെ അവതാര ലക്ഷ്യം തന്നെ അതാ. ആനന്ദസ്വരൂപനാണ് ഭഗവാൻ. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിഡംബയസി ഭൂതലേ പ്രപന്ന ജനത ആനന്ദ സന്തോഷം പ്രഥിതം പ്രഭോ ജാനന്ദയേവ ജാനന്തു കിം ബഹുക്ത്യാത്മേ പ്രഭോ മനസ്സോ വപുഷോ വാച വൈഭവം തവ ഗോചര. ഭഗവാൻ അവതരിച്ചത് തന്നെ എല്ലാവർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യാനാണ്. അതുകൊണ്ട് ഭട്ടതിരിയുടെ നാരായണീയത്തിൽ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? സാന്ദ്രാനന്ദ ബോധാത്മകം. സാന്ദ്രാനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. എല്ലാവർക്കും പരമാനന്ദത്തെ നൽകാനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ മാഹാത്മ്യത്തെ അറിയാൻ എനിക്ക് സാധിക്കുന്നില്ല ഭഗവാനെ. ഭഗവത് തത്വത്തെ അറിയാൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് പോലും കഴിയുന്നില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒന്നും ഭഗവാന്റെ തത്വം അറിയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ കഴിയില്ല. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അത് വളരെ കുറച്ചാളുകൾ മാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലവരൊക്കെ അങ്ങനെ നടിച്ചുകൊണ്ട് നടക്കുന്നു, എല്ലാം മനസ്സിലാക്കിയെന്ന് നടിച്ചുകൊണ്ട് നടക്കുന്നു. ചിലര് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മനസ്സിലാക്കാത്തവര് ഓരോരോ അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കും. പറയാണ് ഭഗവാനെ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും നാഥനായിരിക്കുന്ന ആളാണ് അവിടുന്ന്. അങ്ങാണ് സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതുകൊണ്ട് ഭഗവാനെ, എന്റേതെന്ന് അഭിമാനിച്ചിരിക്കുന്ന ഈ ലോകത്തെയും ഈ ശരീരത്തെയും ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു. ഇതെല്ലാം ഞാൻ സൃഷ്ടിച്ചതാണെന്നുള്ളൊരു തോന്നല് ബ്രഹ്മദേവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ പറയാണ്, ഞാൻ അങ്ങനെ എന്റേതെന്ന് ചിന്തിച്ച ഈ ലോകവും അവിടത്തേൽ നിന്ന് തന്നെ ഉണ്ടായ ഈ ശരീരവും ഞാൻ അവിടത്തേക്കായിട്ട് സമർപ്പിക്കണം. ഈ ദേഹം കൊണ്ട് ചെയ്യുന്നതെല്ലാം അവിടത്തെ പ്രീതിക്കായിട്ട് ഭവിക്കണേ ഭഗവാനെ. എന്നിട്ട് എന്റെ അപരാധത്തെ ക്ഷമിച്ച് എന്നെ പോകാൻ അനുവദിച്ചായിരുന്നു. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വംബേൽസി സർവദൃക് ത്വമേവ ജഗതാം നാഥോ ജഗതേത തവാർപ്പിതം. ഈ വൃഷ്ണികുലത്തിനും ഗോക്കൾക്കുമൊക്കെ നാഥനായിരിക്കുന്നത് അങ്ങാണ്. അങ്ങാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത്. ആകൽപ്പാന്ത കാലത്ത് നശിക്കാത്തതായിട്ടുള്ള ഒരേ ഒരു വസ്തു മാത്രമുള്ളൂ, അത് അങ്ങാണ്.
സകല ജീവജാലങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോൾ എല്ലാം കാണുന്നതിലെല്ലാം ഈശ്വരനെ കാണാനായിട്ട് സാധിക്കണം നമുക്ക്. കണ്ടതിൽ കൊണ്ടൽ നേർവർണ്ണനെ കാണാനായിട്ട് സാധിക്കണം. പറയുന്ന വാക്കുകളെല്ലാം ഈശ്വരന്റെ നാമങ്ങളായിട്ട് തീരാനായിട്ട് പ്രാർത്ഥിക്കണം ഭഗവാനോട്. യാതൊന്നു കാൺവതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. കണ്ടതിലെല്ലാം ഈശ്വരനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ ഭഗവാൻ ബ്രഹ്മദേവന് കാണിച്ചു കൊടുക്കണം. എല്ലാം ഞാൻ തന്നെയാണ്, ഞാനല്ലാത്തൊരു വസ്തു ഈ ലോകത്തിൽ ഇല്ല എന്നാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. സർവം വിഷ്ണുമയം ജഗത്, എല്ലാം സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് കാണപ്പെടുന്നതെല്ലാം ഒരേ ഒരു ബ്രഹ്മം തന്നെയാണ്. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, എല്ലാത്തിലും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ കാണുന്നതെല്ലാം ഒരേ ഒരു ഈശ്വരൻ തന്നെയാണെന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു ബ്രഹ്മദേവന്. അങ്ങനെ ബ്രഹ്മദേവന്റെ അഹങ്കാരമെല്ലാം ശമിച്ച് ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച്, ഭഗവാനെ എന്നെ പോകാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഭഗവാന്റെ ആ മായയിൽ മോഹിതനായിട്ടുള്ള ബ്രഹ്മദേവൻ അവിടെ നിന്ന് ഭഗവാനെ നമസ്കരിച്ച് തിരിച്ച് സത്യലോകത്തിലേക്ക് പോയി. ഇവിടെ നമുക്കും ഭഗവാന്റെ ഗുണഗണങ്ങളെയും മഹിമയും ഒന്നും പൂർണ്ണമായിട്ടൊന്നല്ല, കുറച്ചുപോലും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശക്തിയില്ല, നമുക്കതിനുള്ള കഴിവില്ല, അറിവില്ല. നമ്മൾ ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കണം. ആ കീർത്തനങ്ങളെ നമ്മളെപ്പോഴും നാമം ജപിച്ച് ഭഗവത് കീർത്തനങ്ങളൊക്കെ ജപിച്ച് പരമശ്രേയസിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയാണ്. ഏറ്റവും ഭക്തിമാർഗത്തിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കണതെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. മറ്റേത് യോഗത്തെക്കാളും ശ്രേഷ്ഠം ഭക്തിയോഗം തന്നെയാണ്. അങ്ങനെ ഭക്തിയിലൂടെ ഉത്തമമായിട്ടുള്ള ഭക്തിയിലൂടെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ഭക്തിയാണ് ഉത്തമ ഭക്തി. ഉത്തമനായിട്ടുള്ള ഭക്തൻ ഭഗവാനെ മാത്രമാണ് ആഗ്രഹിക്കുള്ളൂ. മറ്റു വിഷയസുഖങ്ങളോ ഭോഗങ്ങളോ ഒന്നും അവര് ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള ഉത്തമമായ ഭക്തിയിലൂടെ എല്ലാവർക്കും ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ചതുർദശോധ്യായ. ബ്രഹ്മോവാച നൗമീഡ്യതേ ഭ്രവപുഷേ തടിദംബരായ ഗുഞ്ജാവദം സപരിപിഞ്ചലസന്മുഖായ വന്യസ്രജേ കബളവേത്രവിഷാണവേണുലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ. അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നദു ഭൂതമയസ്യ കോപി നേശേ മഹിത്വപസിതും മനസാന്തരേണ സാക്ഷാത്തവൈവ കിമുദാത്മസുഖാനുഭൂതേ. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്ത ഏവ ജീവന്തി സന്മുഖരിതാം ഭവദീയവാർത്താം സ്ഥാനേ സ്ഥിതാ ശ്രുതിഗതാം
തനുവാഗ്മനോഭിർയേ പ്രായശോജിതോപ്യസി നൈത്രിലോക്യം ശ്രേയശ്രുതിം ഭക്തിമുദസ്യതേ വിഭോ ക്ലിശ്യന്തി യേ കേവലബോധലബ്ധയേ തേഷാമസൗ ക്ലേശല ഏവ ശിഷ്യതേ നാന്യത് യഥാ സ്ഥൂലതുഷാവഘാദിനാം പുരേഹ ഭൂമൻ ബഹവോ വിയോഗിനത്വദർപ്പിദേഹാ നിജകർമ്മലബ്ധയാ വിബുദ്ധ്യ ഭക്ത്യൈവ കഥോപനീതയാ പ്രഭേദിരേഞ്ചോച്യുതത്തെ ഗതിം പരാം തഥാപി ഭൂമൻ महिमा गुणस्यते विबोधुमर्हत्यमलान्तरात्मभिः अविक्रियाल् स्वानुभवादरूपदो ह्यनन्यबोध्यात्मदया न चान्यथा गुणात्मनस्तेऽपि गुणान् विमातुं हितावतीर्णस्य क ईश्वरे ईशिरे स्यात् कालेन यर्वा विमितासु कल्पेर्भूवंसव खेमिहिगाद्युभासा गुणात्मनस्तेऽपि गुणान् विमातुं हितावतीर्णस्य क ईशिरे स्यात् कालेन यर्वा विमितासु कल्पेर्भूवंसव खेमिहिगाद्युभासा തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാന ഏവാത്മകൃതം വിപാകം ഹൃദ്വാഗ്ബുദ്ഭിർവിദധൻ നമസ്തേ ജീവേദ യോ മുക്തിപദേ സദായ ഭാഗ് പശ്യേഷ മേനാര്യമനന്ദ ആദ്യേ പരാത്മനി ത്വയ്യഭിമായിമായിനി മായാം വിദത്യേക്ഷിതുമാത്മവൈഭവം ഹ്യഹം കിയാനൈച്ഛമിവാർച്ചിരഗ്നൗ അത ക്ഷമസ്വാച്യുത മേ രജോ ഭുവോ ഹ്യജാനതസ്ത്വത്പൃഥഗീശമാനിന അജാവലേ ബാന്ധതമോന്ധചക്ഷുഷാ ഏഷോനുകമ്പ്യോ മയി നാഥവാനിധി ക്വാഹം തമോ മഹദഹം ഖജരാഗ്നിവാർഭുസ്സംവേഷ്ടിദാണ്ഡഘടസപ്തവിധസ്ഥികായ കേ ക്വേ ദൃഗ്വിധാ വിഗണിതാണ്ഡപരാനുചര്യാ വാദാധ്വരോമവിവരസ്യ ച തേ മഹിത്വം ഉൽക്ഷേപണം ഗർഭഗതസ്യ പാദയോ കിം കൽപ്പതേ മാധുരധോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്ഷേ കിയദപ്യനന്ദ ജഗത്രയാന്തോ ദധി സംപ്ലവോദേ നാരായണസ്യോദരനാഭിനാളാത് വിനിർഗതോജസ്ത്വിതി വാങ്ന വൈമൃഷ കിം ത്വീശ്വര ത്വന്ന വിനിർഗതോസ്മി നാരായണസ്ത്വം നഹി സർവദേഹിനാമാത്മാസ്യധീശാഖിലലോകസാക്ഷി നാരായണോംഗം നരഭൂജലായനാത്തച്ചാപി സത്യം ന തവൈവ മായ തച്ചേ ജലസ്ഥം തവ സജ്ജഗദ്വപുഃ കിം മേ ന ദൃഷ്ടം ഭഗവം തദൈവ കിം വാ സുദൃഷ്ടം ഹൃദി മേ തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി അത്രൈവ മായാധമനാവതാരേ ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ചാന്തർജഠരേ ജനന്യാ മായാത്വമേവ പ്രകടീകൃതം തേ യസ്യ കുക്ഷാവിദം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യബീഹദത്സർവം കിമിദം മായയാ വിനാ അദ്യൈവ ത്വദൃദേസ്യ കിം മമ നദേ മായാത്വമാദർശിതമേകോസി പ്രഥമം തദോ വ്രജസുഹൃദ്വത്സാ സമസ്താ അഭി ചാവന്തോസി ചതുർഭുജാസ്തദഖിലൈः സാഗം മയോപാസിതാ താവന്ത്യേവ
ജഗന്യഭൂസ്തദമിദം ബ്രഹ്മാദ്വയം ശിഷ്യതേ. അജാനതാം ത്വത്പദവീമനാത്മന്യാത്മാത്മനാ ഭാസി വിദത്യമായാം സൃഷ്ടാവിവാഹം ജഗദോ വിധാന ഇവ ത്വമേഷോന്ത ഇവ ത്രിനേത്ര സുരേഷു ശീശ്വീശ തഥൈവ നിഷ്വപി തിര്യക്ഷു യാദസ്വവിതേ ജനസ്യ ജന്മാ സദാ ദുർമദ നിഗ്രഹായ പ്രഭോ വിധാത സദനുഗ്രഹായ ച. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോ ദുർഭവദസ്ത്രിലോക്യാം ക്വ വാ കഥം വാ കദിവാ കദേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. തസ്മാദിദം ജഗദശേഷമസൽസ്വരൂപം സ്വപ്നാഭമസ്തധിഷണം പുരുദുഃഖദുഃഖം ത്വയ്യേവ നിത്യസുഖബോധദനാവനന്ദേ മായാദ ഉദ്യദബി യൽ സദിവാവഭാതി. ഏകസ്ത്വമാത്മാ പുരുഷപുരാണ സത്യസ്വയം ജ്യോതിരനന്ദ ആദ്യ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജന പൂർണോദ്വയോ മുക്ത ഉപാധിതോ മൃത. ഏവം വിധം ത്വാം സകലാത്മനാമഭി സ്വാത്മാനമാത്മാത്മദയാ വിചക്ഷതേ ഗുരുവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ യേ തേ തരന്തീവ ഭവാനൃതാംബുധിം. ആത്മാനമേവാത്മദയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോऽപി ച തത്പ്രലീയതേ രജ്വാമഹേർഭോഗഭവാഭവൗ യഥാ. അജ്ഞാനസംജ്ഞൗ ഭവബന്ധമോക്ഷൗ ദൗ നാമ നാന്യൗ സ്തഹൃദേജ്ഞഭാവാത് അജസ്രചിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനീ. ത്വാമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനദാജ്ഞത അന്തർഭവേനന്ദ ഭവന്തമേവ യദത്യജന്തോ മൃഗയന്തി സന്ത അസന്തമപ്യന്യഹി മന്ദരേണ സന്തം ഗുണം തം കിമു യന്തി സന്ത അധാഭിതേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗൃഹീത ഏവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ ന ചാന്യ ഏകോപി ചിരം വിജിന്വൻ തദസ്തു മേ നാഥ സ ഭൂരിഭാഗോ ഭവേത്ര വാന്യത്ര തു വാ തിരശ്ചാം. യേനാഹമേകോ വിഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം. അഹോദിധന്യാ വ്രജഗോരമണ്യ സ്തന്യാമൃതം പീതമതീവതേ മുദാ യാസാം വിഭോ വത്സദരാത്മജാത്മനാ യതൃപ്തയേദ്യാപി ന ചാലമധ്വരാ. അഹോ ഭാഗ്യമഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. യേഷാം തു ഭാഗ്യമിഹ മാച്യുത താവദാസ്താമേകാദശൈവ ഹി വയം ബദ ഭൂരിഭാഗാ. ഏതദ് ഋഷീകചഷകൈരസകൃത് പിബാമ ശർവാദയോഘ്യുതജമധ്വമൃദാസവം തേ. തദ്ഭൂരിഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യദ്ഗോകുലേऽപി കദമംഘ്രിരജോഭിഷേകം യജ്ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദത്വദ്യാപി യൽപദരജ ശ്രുതിമൃഗ്യമേവ.
യേഷാം ഘോഷനിവാസിനാമുദ ഭവാൻ കിം ദേവരാദേതി നശ്ചേദോ വിശ്വഫലാത്ഫലം ത്വദപരം കുത്രാപ്യയന്മുഹ്യതി സദ്വേഷാദിവ പൂതനാഭിസകുലാത്വാമേവ ദേവാവിദാ യദ്ധാമാർദ്ധസുഹൃത് പ്രിയാത്മതനയ പ്രാണാശയാ ത്വത്കൃതേ താവത് രാഗാദയസ്തേനാസ്താവൽ കാരാഗൃഹം ഗൃഹം താവൻ മോഹോഘ്രിനികടോ യാവൽ കൃഷ്ണ നതേ ജന പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിഡംബയസി ഭൂതലേ പ്രപന്നജനദാനന്ദസന്തോഹം പ്രതിധും പ്രഭോ ജാനന്ദ ഏവ ജാനന്ദു കിം ബഹുക്ത്യാ ന മേ പ്രഭോ മനസോ വപുഷോ വാജോ വൈഭവം തവ ഗോചര അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേത്സി സർവദൃക് ത്വമേവ ജഗദാം നാഥോ ജഗദേദത്തവാർപ്പിതം ശ്രീകൃഷ്ണ വൃഷ്ണികുലപുഷ്കരജോഷദായിൻ ക്ഷ്മാനിർജരദ്വിജപശൂദധിവൃദ്ധികാരിൻ ഉദ്ധർമ്മശാർവരഹര ക്ഷിതിരാക്ഷസഭ്രൂഗാകൽപമർക്കമർഹൻ ഭഗവൻ നമസ്തേ ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കരജോഷദായിൻ ക്ഷ്മാനിർജരദ്വിജപശൂദധിവൃദ്ധികാരിൻ ഉദ്ധർമ്മശാർവരഹര ക്ഷിതിരാക്ഷസഭ്രൂഗാകൽപമാർക്കമർഹൻ ഭഗവൻ നമസ്തേ ശ്രീശുക ഉവാച ത്യഭിഷ്ടൂയ ഭൂമാനം ത്രിപരിക്രമ്യ പാദയോ നത്വാഭീഷ്ടം ജഗദ്ധാത സ്വധാമ പ്രത്യപദ്യത തതോനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതാൻ വത്സാൻ പുളിനമാനിന്യേ യഥാ പൂർവസഖം സ്വഗം ഏകസ്മിന്നഭിയാദേബ്ദേ പ്രാണേശം ചാന്തരാത്മന കൃഷ്ണമായാഹദാരാജൻ ക്ഷണാർത്ഥം മേനിരേർഭകാ കിം കിം ന വിസ്മരന്തീഹ മായാമോഹിതചേതസ യന്മോഹിതം ജഗൽ സർവമഭീക്ഷ്ണം വിസ്മൃതാത്മകം ഊജുശ്ച സുഹൃദകൃഷ്ണം സ്വാഗതം ദേദിരംഹസ നൈഗോപ്യഭോജികബല ഏഹിത സാധുഭുജ്യതാം തദോഹസൻ ഋഷീകേശോഭ്യവഹൃത്യ സഹാർഭഗൈ ദർശയം ശർമാജഗരം ന്യവർത്തദവനാദ്വ്രജം ബർഹപ്രസൂനനവധാതു വിചിത്രിതാംഗ പ്രോദ്ദാമവേണുദളശൃംഗരവോത്സവാഢ്യ വത്സാൻ ഗൃണന്നനുഗീത പവിത്രകീർത്തിർഗോപീദ്രഗുൽസവദൃശി പ്രവിവേശഗോഷ്ഠം അദ്യാനേന മഹാവ്യാളോ യശോദാനന്ദസൂനുന ഹതോവിദ വയം ചാസ്മാദിതി ബാലാവ്രജേ ജഗു രാജോവാച ബ്രഹ്മൻ പരോദ്ഭവേ കൃഷ്ണേ യാൻ പ്രേമാ കഥം ഭവേത് യോ ഭൂതപൂർവസ്തോകേഷു സ്വോദ്ഭവേഷ്വഭികഥ്യതാം ശ്രീശുക ഉവാച സർവേഷാമപി ഭൂതാനാം നൃപസ്വാത്മൈവ വല്ലഭ ദരേവത്യവിത്താദ്യാ തദ്വല്ലഭദയൈവ ഹി തത് രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനാം ന തഥാ മമദാലം വിപുത്രവിത്തഗൃഹാദിഷു ദേഹാത്മവാദിനാം പുംസാമഭിരാജന്യസത്തമാ യഥാ ദേഹ പ്രിയതമസ്തഥാ നഹ്യനു യേചതം ദേഹോപി മമദാഭാക്ചേത്തർഹ്യസൗ നാത്മവത്പ്രിയ
യജ്ജീര്യത്യഭിദേഹേസ്മിൻ ജീവിതാശാബലീയസി തസ്മാത് പ്രിയതമഃ സ്വാത്മാ സർവേഷാമഭിദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം കൃഷ്ണമേനമവേഹി ത്വമാത്മാനമഖിലാത്മനാം ജഗദ്ധിതായസോऽപ്യത്ര ദേഹി വാ ഭാതി മായയാ വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാസ്നു ചരിഷ്ണു ച ഭഗവദ്രൂപമഖിലം നാന്യത് വസ്തുഹ കിഞ്ചന സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിത തസ്യാപി ഭഗവാൻ കൃഷ്ണ കിമദത് വസ്തുരുപ്യതാം സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യത് വിപദാം ന തേഷാം ഏതത്തേ സർവമാഖ്യാതം യൽ പൃഷ്ടോഹമിഹ ത്വയാ യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം ഏതൽ സുഹൃദ്ഭിശ്ചരിതം മുരാരേ രഘാർദനം ശാദ്വലജേമനം ച വ്യക്തേതരത് രൂപമജോർവഭിഷ്ടവം ശൃണ്വൻ ഗൃണന്നേതി നരോഖിലാർത്ഥാൻ ഏവം വിഹാരൈ കൗമാരൈ കൗമാരം ജഹദുർവ്രജേ നിലായനൈ സേതുബന്ധേർമർക്കടോത്പ്ലവനാദിഭിः ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ബ്രഹ്മസ്തുതിർനാമ ചതുർദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.